അപ്പോൾ നമ്മൾ ആദ്യം ബോഡി ലാംഗ്വേജസിൽ ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടത് അവരുടെ കണ്ണിലൂടെ തന്നെയാണ്. നമുക്ക് കണ്ണിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിയോ വന്നിട്ട് അവരുടെ അടുത്ത് ഇന്നെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവരതിന് മറുപടി പറയുന്നുണ്ടോ എന്നുള്ളത് കള്ളമാണോ സത്യമാണോ എന്നുള്ളതിൻ്റെ ഒരു ബേസിക്കാണ് ആക്ച്വലി പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ആ ദിവസം അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് അവർ പറയണ സത്യമാണോ കള്ളമാണോ എന്നറിയാൻ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരികയാണ്, അയാൾ വന്നു കഴിഞ്ഞതും ഒരു ഹായ് പറഞ്ഞിട്ട് ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ചോദിക്കുകയാണ് വെച്ചോളൂ. അപ്പോൾ അവർ അതിൻ്റെ റീസൺ കൊള്ളാമെന്ന് പറയും, അടിപൊളിയായിരുന്നു എന്ന് പറയും, മോശമായിരുന്നു എന്ന് പറയും. എന്തായാലും എന്തെങ്കിലും ഒരു മറുപടി എന്തായാലും തരാണ്ടിരിക്കില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയണത് സത്യമാണോ കള്ളാണോ എന്നുള്ള ഈ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നടന്ന സംഭവമാണല്ലോ അവർ പറയേണ്ടത്. ഇപ്പോൾ പറയുമ്പോൾ എന്തായാലും പാസ്റ്റാണ്, അപ്പോൾ അതെന്തായാലും അവർ ഓർത്തെടുത്ത് വേണം പറയാൻ. ഇപ്പോൾ അവർ ഒരു കാര്യം പറയുകയാണ് വെച്ചോളൂ, അവരുടെ കണ്ണാദ്യം ഇടത് ഭാഗത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം, അയാൾ ഇന്ന് നടന്ന കാര്യം പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ അതേ കാര്യം അവരുടെ കണ്ണ് വലതു ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് മേലേക്ക് പോവുകയാണെന്ന് വെച്ചോളൂ, ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ച പോലെ. അപ്പോൾ മനസ്സിലാക്കാം അവരില്ല കഥ പറയാൻ പോവാണ്, അവർ നുണ പറയാൻ പോവുകയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കണ്ണ് ഇടത് ഭാഗത്തേക്ക് നേരെ പോകണമെങ്കിൽ, മേലല്ല നേരെ ഇങ്ങനെ ജസ്റ്റ് പോവുകയാണെങ്കിൽ അവർ പഴയ കേട്ട കാര്യം എന്തോ പറയാൻ നിങ്ങളുടെ അടുത്ത് ശ്രമിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പഴയ കേട്ട കാര്യം അത് അങ്ങനെ തന്നെ പറയാൻ നിങ്ങളുടെ അടുത്ത് ശ്രമിക്കുകയാണ്. അതൊരു സൗണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു വാക്കാവാം, ഇത് അവർ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ ജസ്റ്റ് ഇടത് ഭാഗത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ പോണത്, മേലക്കല്ല ഇടത് ഭാഗത്തേക്ക് ജസ്റ്റ് ഇടത് ഭാഗത്തേക്ക് മാത്രം. അതേപോലെ വലതു ഭാഗത്തേക്ക് അവർ പോകണമെങ്കിൽ ഈ പഴയ കേട്ട കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കോ ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയാനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കണ്ണ് താഴേക്ക് വലതു ഭാഗത്തേക്കാണ് പോകണമെന്ന് വെച്ചോളൂ, അത് ഫുള്ള് നുണയാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. വെറും നുണ തന്നെ പറയണത്, അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ കൂടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലതു ഭാഗത്തേക്ക് ഇടതു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും ആദ്യം അവരുടെ കണ്ണ് എങ്ങോട്ടാണ് പോണത് എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ അവർ ആ സിറ്റുവേഷൻ കുറേ അങ്ങോട്ട് വലിച്ച് വാരി നീട്ടി പറയണമെന്ന് വെച്ചോളൂ. ഞാൻ 9 മണിക്ക് ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു, 9:30 ആകുമ്പോഴേക്കും ഞാൻ ചായ കുടിച്ചു, 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇന്ന ബസ് കയറിയിട്ട് ഇന്ന സ്ഥലത്ത് പോയി ഇറങ്ങി, ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ചെയ്യാണ് വെച്ചോളൂ. അത് നുണ പറയുകയാണെന്നർത്ഥം. നുണ പറയുമ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും ഡീറ്റെയിലിങ് കൂടിക്കൂടി വരും, അതില്ലാത്ത ഉണ്ടാക്കിയും കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൾ സത്യം പറയണമെങ്കിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഡീറ്റെയിലിങ് കമ്മിയായിരിക്കും, എന്നാൽ പെട്ടെന്ന് അത് പറഞ്ഞ് തീർക്കുകയും ചെയ്യും അവർ. ഇനി അവർ ആ കഥ മൊത്തം സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സംശയം വരികയാണോ, നുണയാണോ സത്യമാണോ നിങ്ങൾക്ക് വേർതിരിച്ച അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സംഭവം തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ ആദ്യം പറഞ്ഞ മൊത്തം കള്ളമാണെന്നുള്ളത് 100% ഉറപ്പിക്കുക. പക്ഷെ ആ സംഭവം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറയൂ എന്നുള്ളത് ഡയറക്റ്റായിട്ട് ചോദിക്കരുത്. ആ ദിവസം നടന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒന്നും കൂടി ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി. അത് തെറ്റാണെങ്കിൽ ആ ദിവസം നടന്ന സംഭവം എന്തായാലും ആ പറഞ്ഞ മൊത്തം നുണയാണ് എന്നുള്ളത് 100% ഉറപ്പിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല അതിനൊപ്പം തന്നെ എന്താ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടില്ലേ, ഇങ്ങനെയുള്ള വേണിച്ച് ചിലപ്പോൾ വേണം വെച്ച് ചൂടാവാനുള്ളതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴും നുണയാണ് നേരത്തെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ബോഡി ലാംഗ്വേജിന് കള്ളം പറയാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇടതു ഭാഗത്തേക്ക് നോക്കാണ്ടിയും താഴേക്ക് നോക്കാണ്ടിയും ഒക്കെ തുറിച്ചിട്ട് പറയാൻ ശ്രമിക്കുമ്പോഴും അത് നുണയാണ് എന്നുള്ളത് ഉറപ്പിക്കാം നമുക്ക്. പക്ഷേ ഇതിൽ ബോഡി ലാംഗ്വേജസിന് കള്ളം പറയാൻ കഴിയില്ല, അത് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റൂല. പക്ഷേ ഈ ബോഡി ലാംഗ്വേജസ് മറച്ചു വെക്കാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോർട്ടിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് തന്നെ വെച്ചോളൂ. സാധാരണ ഒരു പ്രതി എന്താ ചെയ്യുക, അയാൾ നടന്ന സംഭവത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാണ്ട് ഡീറ്റെയിലിംഗ് ചെയ്യും. ഇത് അവിടുത്തെ ജഡ്ജി, പോലീസുകാർ, വക്കീലന്മാർ എല്ലാം കേൾക്കുന്നുണ്ടാവും. അവർ നിങ്ങളുടെ തന്നെ തിരിച്ചും മറിച്ചും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചും കൊണ്ടേയിരിക്കും.
പക്ഷെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ തിരിച്ചും മറിച്ച് അവർ ചോദിക്കണ ചോദ്യത്തിനല്ല നിങ്ങൾ പറയണ ആൻസർ ഒന്നായിരിക്കും. അത് നിങ്ങൾക്കും കൂടി അറിയില്ല. അപ്പോൾ ഈ പറയണ ആൻസർ ഒന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാവും ഇവൻ പറയണത് സത്യമാണ് എന്നുള്ളത്. പക്ഷെ അവർ ഒരേ ചോദ്യം തന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് നിങ്ങൾ പല പല ഉത്തരം കൊടുക്കണമെങ്കിൽ നിങ്ങൾ പറയണ നോണയാണ് എന്നുള്ളത് അവർക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ സത്യസന്ധനാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ പ്രതി അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ബോഡി ലാംഗ്വേജസ് അറിഞ്ഞിട്ട് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ നുണ പറയുന്നതെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക, കണ്ണ് തുറച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ കണ്ണ് തുറച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾ നെർവസ് ആണ് അല്ലെങ്കിൽ എന്തോ മറച്ചു വെക്കണമെന്നുള്ളത്. അങ്ങനെ കണ്ണ് തുറച്ചിരിക്കുമ്പോൾ ഈ പോലീസുകാർ എന്താ ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ഇടത്തെ കണ്ണിലേക്ക് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കുള്ളൂ. ഈ മനുഷ്യൻ പ്രകൃതി എന്താ വെച്ചാൽ വലത് കണ്ണിനും ഇടത് കണ്ണിനും ഭയങ്കരമായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. ഈ ഇടത് കണ്ണിലേക്ക് മാത്രം ഒരാളുടെ നോക്കിയാൽ എന്താ പ്രശ്നം വെച്ചാൽ, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ ഓട്ടോമാറ്റിക്കലി അയാൾ പതറിപ്പോവും. അപ്പോൾ പതറുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങൾ പറയാൻ വന്ന കാര്യങ്ങൾ മറക്കും. അപ്പോൾ പതറിക്കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വെള്ളം എടുത്ത് തരും. ഈ വെള്ളം എടുത്ത് തരുമ്പോൾ അവർക്ക് മനസ്സിലാവും നീ ടെൻഷനാണ് എന്നുള്ളത്. ടെൻഷൻ ഏത് വിധത്തിൽ കാണിച്ചാലും വരാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാരുടെ മുന്നിൽ ആദ്യമായിട്ട് ഇരിക്കുമ്പോഴേക്കും ടെൻഷൻ വരിക, അല്ലെങ്കിൽ നിങ്ങൾ വല്ല കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ വരിക. നിങ്ങൾ സത്യം ഉണ്ടെങ്കിലും ടെൻഷൻ വരാം. പക്ഷെ നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അവർ അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും, പക്ഷെ അത് വേറെ വിധത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ വിധത്തിലാണ് ഉത്തരം കൊടുക്കണമെങ്കിൽ അവർ ഉറപ്പിക്കും നിങ്ങൾ പറയണം നുണയാണ് എന്നുള്ളത്. ഇങ്ങനെയാണ് ഒരു നുണ പരിശോധന നടത്തുക.